ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമുക്ക് വേണ്ടി ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് ആസ്പദമാക്കി നമ്മൾ ഓരോ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനുമായിട്ട് വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ നിന്നുള്ള വായനയാണ് നമുക്ക് ലഭിച്ചിരിക്കുക. ഏറ്റവും രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്ന ഒരു അർത്ഥവത്തായ മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണ്. രണ്ട് കാര്യങ്ങൾ നമുക്കും സുവിശേഷത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിലും ചിന്തിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഏറ്റവും ആദ്യമായി സ്വർഗരാജ്യത്തെയാണ് ഈ രണ്ട് ഉപമകൾ വഴി ഈശോ നമുക്ക് മനസ്സിലാക്കി തരുന്നതും സ്വർഗരാജ്യത്തിൻ്റെ അർത്ഥമാണ് നമുക്ക് കർത്താവ് പറഞ്ഞു തരികയും ചെയ്യുക. ഈ സ്വർഗരാജ്യം ആദ്യം കർത്താവ് പറയുക ഒരു വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി പോലെയാണ്. അത് കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ വയൽ പോയി അല്ലെങ്കിൽ ആ സ്ഥലം പോയി മേടിക്കും. എന്തുകൊണ്ടാണ് ഈ സ്വർഗരാജ്യം ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി പോലെയാണ് എന്ന് പറയുക? അന്ന് കാലങ്ങളിൽ യുദ്ധങ്ങൾ എപ്പോഴും സാധാരണ നടന്നുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. യുദ്ധങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഈ യഹൂദജനം കാണിച്ചിരുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് തങ്ങൾക്കുള്ള ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ, ഏറ്റവും നല്ല വസ്തുക്കൾ, അല്ലെങ്കിൽ സ്വർണമാകാം, നാണയങ്ങളാകാം, വെള്ളിയാകാം, എന്ന് തന്നെയാകാം, ഏറ്റവും വലിയേറിയ വസ്തുക്കൾ, തൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയേറിയ വസ്തുക്കൾ അവർ കൊണ്ടുപോയി നല്ല സ്ഥലങ്ങൾ നോക്കി അവർ കുഴിച്ചിടും. കാരണം അങ്ങനെ നല്ല സ്ഥലങ്ങളിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആരും തോണ്ടി നോക്കുകയില്ല, ആരും യുദ്ധത്തിൻ്റെ സമയമാണേലും ആരും അതിനെ എടുക്കുകയില്ല എന്നുള്ളൊരു ബോധ്യമുണ്ട്. അപ്പം ഇങ്ങനെ നല്ല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇവർ കുഴിച്ചിട്ടതിന് ശേഷം യുദ്ധമെല്ലാം തീർന്നതിന് ശേഷം ഇവർ ആ സ്ഥലം വന്ന് ആ സ്ഥലം മേടിക്കും. ആ സ്ഥലത്ത് വന്ന് തപ്പിക്കൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ആ സ്ഥലം വാങ്ങുകയും ചെയ്യും. ഈ വാങ്ങാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ യുദ്ധത്തിൻ്റെ സ്ഥലമല്ലേ, യുദ്ധമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ആ സ്ഥലത്ത് വന്ന് തേടുമ്പം അവർക്ക് നല്ല നാണയങ്ങളോ അല്ലെങ്കിൽ നല്ല നിധിയോ കിട്ടിക്കഴിയുമ്പോൾ ആ സ്ഥലത്തിന് ഒരു ഇച്ചി പോലും മറ്റാർക്കും കിട്ടാതിരിക്കാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് അമിതമായ കാശാണേലും അത് കൊണ്ടുപോയി കൊടുത്ത് ആ സ്ഥലം മുഴുവനും വാങ്ങും. മുഴുവനും വാങ്ങാനുള്ള കാരണം അതിന് ചുറ്റിനും മുഴുവനും നിധിയുണ്ട് എന്നുള്ളൊരു ബോധ്യം മനസ്സിലുള്ളത് കൊണ്ടാണ്. അതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തേത് നമ്മൾ കാണുക ഒരു നാണയത്തൊട്ട് പോലെയാണ്, നാണയങ്ങൾ പോലെയാണ് സ്വർഗരാജ്യം എന്നാണ് പറയുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല ധനം പോലെയാണ് സ്വർഗരാജ്യം. അപ്പോൾ ദൈവമക്കളെ, ഈ ഒരു അവസ്ഥയെ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിലും നമ്മൾ തേടിപ്പോയി കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യത്തെയാണ് ആദ്യത്തെ ഉപമ സൂചിപ്പിക്കുക. സ്വർഗരാജ്യം ഒരു നിധി പോലെയാണ്. ഏത് നിധി? മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന നിധി പോലെയാണ്. അത് ലഭിക്കുവാനായിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് കൊണ്ടുപോകും. അപ്പം ആദ്യം നമുക്കിത് നിധി കണ്ടെത്തണമെങ്കിൽ നമ്മൾ പോയി കുഴിച്ചു നോക്കണം. കുഴിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് നിധി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തുള്ളൂ. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈശോയുടെ അനുഭവം ഉണ്ടാകണമെങ്കിൽ, അങ്ങനെ ഒരു നിധി നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ദൈവിക അനുഭവം പോയി തപ്പണം. ദൈവിക അനുഭവം പോയി തപ്പുന്നതാണ്, നമ്മുടെ നിധി പോയി കുഴിച്ചു നോക്കുന്നതാണ് ഓരോ കൂദാശകളിലൂടെ, ഓരോ പരിശുദ്ധ ബലിയിലൂടെ, ഓരോ വിശ്വാസപരമായി പരിശുദ്ധ ബലിയിലൂടെ കടന്നു വന്ന് നമ്മൾ ഓരോ കൂദാശകളിലൂടെ കടന്നു ചെന്ന് നിധി കണ്ടെത്തുകയാണ്. ഓരോ കൂദാശകളിലും നിധി ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഈ നിധി ലഭിക്കുവാനായിട്ട് നമുക്കുള്ളതെല്ലാം വിറ്റ് വന്ന് വാങ്ങുക എന്ന് പറയുന്നത് നമുക്കുള്ള സമയത്തെ, നമുക്കുള്ള ഏറ്റവും മനോഹരമായ സമയം തന്നെ നമ്മൾ മാറ്റിവെച്ച് തമ്പുരാൻ്റോട് കൂടി ആയിരിക്കുവാനായിട്ടുള്ള ഈ നിധി ലഭിക്കുവാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓടി വരിക. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ദേവാലയത്തിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. വലിയൊരു നിധി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ആ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളതെല്ലാം വിറ്റ് നമ്മൾ ആ നിധി ശേഖരിക്കാനായിട്ട് പരിശ്രമിക്കും. അതേപോലെ തന്നെ സ്വർഗരാജ്യം സ്വർണത്തിന് നാണയങ്ങൾക്ക് തുല്യമാണ്. ഏറ്റവും വില കൂടിയതാണ്. ഏറ്റവും വില കൂടിയതായതുകൊണ്ട് തന്നെ നമുക്കുള്ളതിനേക്കാളിലും ഉപരിയായ ഒരു വില ഇതിന് നൽകേണ്ടി വരും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏതിനാണ് ഏറ്റവും അധികമായ വില നമ്മൾ കൽപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. നമ്മൾ ഈ നിധിക്കാണോ അതോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഏതാനും നാണയങ്ങൾക്ക് വേണ്ടിയാണോ? നമ്മുടെ ജീവിതത്തിൽ പല അവസ്ഥകളിലും നമ്മുടെ ഏറ്റവും കൂടുതലായ നിധിക്ക് സാന്നിധ്യം കൊടുക്കാതെ, നിധിക്ക്
ഉള്ള പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം ഏതിനൊക്കെയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. സകലതും വിറ്റെറിഞ്ഞിട്ടാണ് ഈ സ്ഥലം വാങ്ങുന്നത് എന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് സകല നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന സകല തിന്മാവസ്ഥകളെ വിട്ടുമാറ്റിയിട്ടാണ് ഈ വലിയൊരു നിധി നമ്മൾ ശേഖരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ മനോഹരമായ നിധി കൂദാശകളിലൂടെ വന്ന് സ്വീകരിക്കുമ്പോൾ, കൂദാശയിലൂടെ നമ്മൾ ഈ നിധിയെ നമ്മൾ സ്വന്തമാക്കി കരസ്ഥമാക്കുവാനായിട്ട് നമ്മൾ വിട്ടുമാറേണ്ടത് നമ്മുടെ അവസ്ഥകളെയാണ്. നമ്മൾ വിട്ടുമാറേണ്ടത് നമ്മുടെ പാപാവസ്ഥകളെ, നമ്മുടെ ജടികാവസ്ഥകളെയാണ്. ഈ അവസ്ഥകളെ വിട്ടു മാറ്റി കഴിയുമ്പോൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്ന മനോഹരമായ നിധിയാണ് ഓരോ പരിശുദ്ധ അൾത്താരയിലും നമുക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവുമായ മനോഹരമായ രഹസ്യങ്ങൾ. ആ നിധി കണ്ടെത്തുന്നവൻ ഏതവനാണേലും ഏതൊരുവനും മകനാണേലും ആ മനുഷ്യനിലേക്ക് ദൈവം പ്രത്യേകമായി പ്രവർത്തിക്കുവാൻ തുടങ്ങും. കാരണം അവൻ കണ്ടെത്തിയത് അവൻ സാധാരണ നിധിയല്ല, ഏറ്റവും വിലയേറിയ നിധിയാണ് ജീവിതത്തിൽ കണ്ടെത്തുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ നിധി നമ്മൾ കണ്ടെത്തുന്നത് ഏതാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ നിധികൾ സാധാരണ ദൈനിക ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണോ, അതോ ഏറ്റവും വലിയ നിധി എനിക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നവരും എനിക്ക് വേണ്ടി തന്നെ പൂർണ്ണമായി സമർപ്പിച്ച, തന്റെ ജീവിതം സമർപ്പിച്ച യേശു മിശിഹായാണോ എൻ്റെ ഏറ്റവും വലിയ നിധി എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. മക്കളെ, സ്വർഗരാജ്യം സ്വർഗരാജ്യം നിധിക്ക് തുല്യമാണെന്ന് നമ്മൾ കാണുമ്പോൾ സ്വർഗരാജ്യം ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് ഈ അൾത്താരയ്ക്ക് ചുറ്റും കൂടുമ്പോഴാണ്. ഈ പരിശുദ്ധ ബലി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അധികമായി പ്രാധാന്യം കൊടുക്കുന്നത് നീ എന്ന നിധിക്കാണ് എന്നുള്ളൊരു ബോധ്യം എനിക്ക് നൽകണമേ എന്ന് ഈ പരിശുദ്ധ ബലിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എന്ന മനോഹരമായ നിധി തപ്പി കണ്ടെടുക്കുവാനും അത് പൂർണ്ണമായി ശേഖരിക്കുവാൻ നമുക്കുള്ള സകലതും മാറ്റി നിർത്തി കർത്താവിലേക്ക് വരുവാനും ഉള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.